സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ സജിമോൻ ആന്റണി, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് അമേരിക്കയിൽ. പക്ഷേ ഇസ്രായേലിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, ട്രംപിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടല്ലോ, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാട്. പക്ഷേ അവിടെ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ ഒരു പ്രസ്താവന അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണല്ലോ. കമല ഹാരിസ് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇസ്രായേൽ ഉണ്ടാവുകയില്ല എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം, ഇത് ഈ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്ന ഒന്ന് എന്ന് തന്നെയല്ലേ ഉള്ളൂ. എങ്ങനെയായിരിക്കും അമേരിക്കയുടെ പ്രതികരണം വരും ദിവസങ്ങളിൽ വരിക? ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. സജിമോൻ കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാം. അമേരിക്കയിൽ ഇപ്പൊ ഇലക്ഷൻ ചൂട് പിടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ സമയത്ത് ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് ആയ കമല ഹാരിസ് ജയിച്ചാലും റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ആയ ഡൊണാൾഡ് ട്രംപ് ജയിച്ചാലും ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ വലിയൊരു വ്യതിയാനം വരുമെന്ന് ഇവിടുന്ന് അങ്ങനെ ഒരു വിചാരം ഞങ്ങൾക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമേരിക്ക ആസ് എ ഹോൾ എപ്പോഴും ഇസ്രായേലിന്റെ തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൺട്രിയാണ്. ഒരു എന്താ പറയുക, ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു അല്ലയാണ്. ഇസ്രായേലിനെ കൊണ്ട് അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്, അമേരിക്കയെ കൊണ്ട് ഇസ്രായേലിനും ആവശ്യമുണ്ട്. നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു യുദ്ധ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ 1948 ശേഷം ഏകദേശം 7 മേജർ യുദ്ധങ്ങളാണ് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അറബ് രാജ്യങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് 5ഓളം രാജ്യങ്ങൾ പ്രോക്സി വാർ ആയിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ ഒരു യുദ്ധത്തിൽ. തുടങ്ങിയത് കഴിഞ്ഞ ഒക്ടോബർ 7 ഈ പറഞ്ഞ ഹമാസ് കയറി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതേസമയം അന്ന് തൊട്ട് ഇന്ന് വരെ ഇസ്രായേല് 5 മുഖത്തു നിന്നുള്ള ഒരു അറ്റാക്കുകൾ വരുന്നുണ്ട്. ഒരു സൈഡിൽ നമുക്കറിയാം ഇറാന്റെ പ്രോക്സി വാറുകൾ വരുന്നുണ്ട്, ലെബനന്റെ ഉണ്ട്, അതുപോലെ തന്നെ സിറിയയുടെ ഉണ്ട്, ഹമാസ് ഉണ്ട്. ഇങ്ങനെ 4-5 കൂട്ടരാണ് വളഞ്ഞു ചുറ്റി ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് അമേരിക്കൻ ഫോറിൻ പോളിസിയെ ഒരു സെക്കൻഡിൽ പോലും ഇസ്രായേലിനെതിരെ ിക്കുന്ന ഒരു സംസാരം വന്നിട്ടില്ല. എന്നാൽ പ്രസിഡന്റ് ഇലക്ഷൻ ആയി കഴിയുമ്പോൾ രണ്ട് പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചില അലിഗേഷൻസും ചില ഹോട്ടായിട്ടുള്ള ഹീറ്റായിട്ടുള്ള ആർഗ്യുമെന്റ്സും കാര്യങ്ങളും വരും, അല്ല ഒരു പ്രൊജക്ഷൻ വരും. എന്നതിൽ ഉപരി ഒരു ഫോറിൻ പോളിസിയിൽ ഒരു വ്യതിയാനം നമ്മൾ കാണുന്നില്ല. അതിന് വേറൊരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ ആ ഒരു ഗൾഫ് റീജിയനിൽ ഏകദേശം 30,000 അമേരിക്കൻ സൈനികരാണ് സാധാരണ ഉള്ളത്. 30 ഈ ഒരു കഴിഞ്ഞ ഒക്ടോബറിൽ ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം അത് 30 എന്നുള്ളത് 40,000 ഇൻക്രീസ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു മൾട്ടി ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പ്രോക്സി വാർ തുടങ്ങിയതിനു ശേഷം അതിനെ 40,000 നിന്ന് 50,000 കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഡെമോക്രാറ്റ്സ് ഭരിച്ചാലും റിപ്പബ്ലിക്കൻ ഭരിച്ചാലും അമേരിക്കൻ പോളിസി ശക്തമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതോടൊപ്പം ഇതും കൂടി പറയേണ്ടിയിരിക്കുന്നു, ഈ യുദ്ധം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വരുത്തി വെച്ചത് ഹമാസ് ആണെങ്കിലും അതിനെ തുടങ്ങിയത് ഹമാസ് ആണ് എങ്കിലും ആ സമയങ്ങളിൽ ലോക രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിന് സപ്പോർട്ടായിരുന്നു, ഇന്ത്യ അടക്കമുള്ള ആൾക്കാർ. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങൾ ഫോറിൻ പോളിസിക്ക് കാണുന്നുണ്ട്. അതിൻ്റെതായ പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നു അതിനെ. അതിനുശേഷം ഈ ഒരു മരണസംഖ്യ ഒരു ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചില രാഷ്ട്രങ്ങൾ ഇതിന് വിരാമം വേണമെന്നും അതോടൊപ്പം ഇസ്രായേലിനെ ഇച്ചിലൂടെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നും ടാർഗറ്റഡ് ആയിട്ടുള്ള സ്ട്രൈക്ക് വേണമെന്നും നോർമൽ ആയിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീജനങ്ങളെയും അങ്ങനെയുള്ള വയസ്സായിട്ടുള്ള ആൾക്കാരെയൊക്കെ ആക്രമിക്കരുതെന്നുമുള്ള ഒരു പോളിസിയിലേക്ക് വരികയും ചില ആൾക്കാർ ഒരു ന്യൂട്രലൈസ് ആക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾക്ക് ഒരു ഓവറോൾ പോളിസിയുടെ കാര്യത്തിൽ ഒരു വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി ഒക്ടോബർ 7 ഇസ്രായേലിനെ ഒക്ടോബർ 7 മാത്രമല്ല ഇതിനു മുമ്പുള്ള പഴയ 7 വാറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 1948, 1956, 67, 73, 82, 2006 അവിടെയൊക്കെ 7 വർഷം അല്ലെങ്കിൽ 10 വർഷം 5 വർഷത്തെ ഗ്യാപ്പിൽ എപ്പോഴും ഒരു യുദ്ധം ഉണ്ടായിരുന്നു അവിടെ, അനൗൺസ് ആയിട്ടോ ഒഫീഷ്യലിയോ അൺഒഫീഷ്യലിയോ. എന്നാൽ ഈ 2023 ശേഷം 23 എന്നുള്ളത് ഇച്ചിരി ലോങ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒക്ടോബർ 7 അന്ന് നമ്മളെല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ നമ്മളെല്ലാവരും പ്രെഡിക്ട് ചെയ്ത് മേ ബി ഒരാഴ്ച കൊണ്ട് അല്ലെ 2 ആഴ്ച കൊണ്ട് അല്ലെ 1 മാസം അല്ലെ ഫ്യൂ മന്ത്സ് കൊണ്ട് ഇസ്രായേൽ ഹമാസിനെ അടിച്ചു നിരത്തി പോകും എന്നുള്ളത് ആ ഒരു വിശകലനം വന്നു. എന്നാൽ ഈ റിയാലിറ്റിയിൽ ഗ്രൗണ്ടിൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹമാസിന്റെ നെറ്റ്വർക്ക് വളരെയധികം സ്ട്രോങ് ആണെന്നും ഇന്റേണൽ ടണലുകളാണെന്നും ചിലന്തി വലകളെ പോലെയുള്ള നെറ്റ്വർക്കുകൾ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ഇച്ചിരി കൺട്രോൾ വേയിൽ ഇസ്രായേൽ ബിഹേവ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാഷ്വാലിറ്റി ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ ലഘൂകരിച്ച് പറയുന്നതല്ല. എനിക്കറിയാൻ സാധിച്ചത് ഏകദേശം 40,000-ലധികം ആൾക്കാർ ഈ ഒരു സമയം ചെറുതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ഇങ്ങനെ നടത്തുന്ന പോരാട്ടവും
ഇതും യുദ്ധത്തിന്റെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് നീണ്ടു പോകുമെന്ന് തന്നെയാണല്ലോ താങ്കളുടെയും ഒരു വിലയിരുത്തൽ. അതല്ലാതെ ഹിസ്ബുള്ളയെ നേരിടുക എന്നുള്ളത് ഈ പറയുന്നത് പോലെ എളുപ്പമുള്ള കാര്യമായിരിക്കുകയില്ല ഇസ്രായേലിന്. അമേരിക്കയുടെ ഇവിടെ നിന്നുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് ഒരു ഓൾ ഔട്ട് റീജിയണൽ വാർ ഉണ്ടാവരുത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ മാസം അമേരിക്കയിൽ വിസിറ്റ് ചെയ്തപ്പോൾ കമല ഹാരിസ് ഒരു ചെറിയൊരു ഷോൾ ഹോൾഡർ ആണ് കാണിച്ചത് എന്നുള്ള റീസൺ, അതൊരു പൊളിറ്റിക്കൽ റീസൺ ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. കാരണം ഗാസയിൽ പാലസ്തീനിൽ ഇത്രയും ആൾക്കാർ മരിക്കുന്ന സമയത്ത് അമേരിക്ക അതിന് അൺഇക്വിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ സംസാരം വരുന്നത് ഇവിടുത്തെ ഇന്റേണൽ പൊളിറ്റിക്സിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ചെറിയൊരു ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു അമേരിക്കൻ പോളിസിയുടെ കാര്യത്തിൽ. എന്നാൽ മുമ്പ് പറഞ്ഞത് പോണക്ക് തന്നെ കാതലായ ഒരു വ്യത്യാസവും അമേരിക്കൻ പോളിസിയിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം. കാരണം ഇത്രയും ഇതിനകത്ത് മരിക്കുന്നത് മുഴുവൻ നിരപരാധികളായ ആൾക്കാരാണ്. 99% അല്ലെ 90% എന്ന് പറയുന്നത് അത് ക്രമാതീതമായി ഉയരുകയാണ്. എന്നാൽ അതേസമയം നമ്മൾ ഇത് പറയേണ്ടിയിരിക്കുന്നു, ഇസ്രായേലിന് സ്വന്തം രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അതിന്റെ ഒരു പുതിയ വേർഷനാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതിനു മുമ്പ് ടാർഗറ്റഡ് ആയിട്ടുള്ള സ്ട്രൈക്കും മിസൈൽ ആക്രമണങ്ങളും അങ്ങനെയുള്ള ഇതായിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ വാർഫെയറിലേക്ക് മാറുകയാണ്. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വാക്കി ടോക്കി ശരിയാണ്, അങ്ങനെയുള്ള ഒരു ടെക്നോളജിക്കൽ വാർ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുക. ഞാൻ